ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ദേ എൻ്റെ കുഞ്ഞുമണി ദേ ഇവിടെ കുളിച്ചൊരുങ്ങി ചുന്ദരി മണിയായി ദേ പൂവൊക്കെ വെച്ചിട്ടിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങളിത് എവിടെ പോന്നേന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊക്കെയുണ്ട് വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ബസ് കയറാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും അനിയത്തിയും കുഞ്ഞുമണിയും ഇളയ അനിയനും കൂടെ കേട്ടോ യാത്ര പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് ബസ്സിലൊക്കെ കയറി ടിക്കറ്റ് എടുത്തിട്ടിരിക്കുക. കുഞ്ഞുമണി ദേ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളിത് ഈ സ്ഥലത്തെത്തി. എവിടാന്നല്ലേ, ഞങ്ങളിത് ഓച്ചിറ വന്നേ കേട്ടോ ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട്. ഇന്നാണെങ്കിൽ അനിയത്തിയുടെ ബർത്ത്ഡേയാണ്. അപ്പോഴത്തേക്കും അനിയത്തിയും കൊണ്ട് ഒന്ന് വന്ന് തൊഴാന്ന് കരുതി. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന ഫുൾ അനിയത്തിയായിരിക്കും കേട്ടോ. എൻ്റെ ഈ കുഞ്ഞുമണി ഇരിക്കുന്നതുകൊണ്ട് ആ ഡ്യൂട്ടി ഞാനങ്ങ് അവളെ അങ്ങ് ഏൽപ്പിച്ച്. ഞങ്ങളിത് കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടിരിക്കുക കേട്ടോ. കർക്കിടകം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. മുൻപ് ഞാൻ മാസത്തിൽ ഒരിക്കലൊക്കെ അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേട്ടായി നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുന്നത് വളരെ കുറവാണ്. 2-3 മാസത്തിന് ശേഷം ഇന്നാണൊന്ന് അമ്പലത്തിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇവിടെ അമ്പലത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി പാർക്കിൽ വന്നേ. ഇവിടെ ആണെങ്കിൽ ഓരോ നാളുകാരുടെയും മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കുഞ്ഞുമണി താഴേക്ക് ഇറക്കി വിട്ട്. ഇത്ര നേരം കൈയിരുന്നിട്ട് താഴോട്ട് ഇറക്കി വിട്ടപ്പോൾ കുഞ്ഞുമണിയുടെ സന്തോഷമാണിത്. അങ്ങനെ കുറച്ച് നേരം കുഞ്ഞുമണിൻ്റെ ഇവിടെ ഓടിച്ചാടി കളിക്കാതെ. കുറച്ച് നേരം അല്ല കേട്ടോ, കുറേ നേരമായി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുഞ്ഞുമണിയുടെ. പിന്നീട് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത്. നല്ല മഴക്കോളുള്ളത് കാരണം ഞങ്ങൾ ഇപ്പം പോവാം എന്നുള്ളൊരു പ്ലാൻ മാറ്റി. ഇപ്പം പോവണ്ട, മഴ തോന്നിട്ട് പോവാം എന്നൊരു പ്ലാനിലേക്കായി. എന്ത് കാറ്റായിരുന്നെന്നറിയാവോ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ അപ്പുറത്തേക്ക് ചാലിൻ്റെ ചുവട്ടിലും കൂടെ നിൽക്കുമ്പോൾ നല്ല സുഖമായിരുന്നു. കുഞ്ഞുമണിത്തെ കാറ്റൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴയുത്തി. അങ്ങനെ ഞങ്ങളിത് ഒരിടത്ത് കയറിയിരുന്നു. ആ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ കുഞ്ഞുമണി ഇവിടെ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞായിട്ടുള്ള സ്നേഹം കാരണം കുഞ്ഞയ്ക്കും കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ആദ്യമേ പറഞ്ഞില്ലായിരുന്നു അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ സർപ്രൈസായിട്ട് കേക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ ഇവിടെ. ഇതെൻ്റെ മൂത്ത അനിയൻ്റെ ഓഹിത്ത്. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ ജൂലൈയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് കേക്കൊന്നും കട്ട് ചെയ്തില്ലായിരുന്നു. അങ്ങനെ 2 പേരുടെയും പേരൊക്കെ എഴുതി വിഷ് ചെയ്തിട്ടാട്ടോ കേക്ക് മേടിച്ചേ. അങ്ങനെ 2 പേരും കൂടെ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.